2 ദിവസം സ്കൂളിൽ പോയില്ലെങ്കിൽ പിന്നീട് അച്ചൂട്ടിക്ക് കുറച്ച് മടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവളെ ഇന്ന് കുറച്ച് റെഡിയാക്കാനും പിടിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഏട്ടൻ കൊണ്ടാക്കാൻ പോയി ട്ടോ. അങ്ങനെ അല്ലൂസ് എണീച്ച് അവന് കഴിക്കാനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ അല്ലൂസിനെ ഏട്ടൻ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ദോശയും ചിക്കൻ കറിയും ചായയാണ് കേട്ടോ കഴിക്കണത്. അപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് അടുപ്പിലാണ് കേട്ടോ എല്ലാം വെക്കണത്. ഇന്ന് രാവിലെ തന്നെ കുറച്ച് സങ്കടം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ശരിക്കും സങ്കടമായി. എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ ചേച്ചീൻ്റെ പിറന്നാളാണ്. അപ്പോൾ അവളെ വിഷയൊക്കെ ചെയ്തു. സ്റ്റാറ്റസൊക്കെ വെക്കുമ്പോഴേക്കും നല്ല സങ്കടം വന്ന് കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് ഓർമ്മ വന്നിട്ട് പണ്ടാണെങ്കിൽ ഞാനും എൻ്റെ അനിയത്തിയും ചേച്ചിയൊക്കെ ഞങ്ങൾ മൂന്നാൾ തന്നെയാണ് എപ്പോഴും കൂട്ട് എവിടെ പോവുകയാണെങ്കിലും ഇരിക്കുമ്പോഴും അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്ന് പിന്നെ ഞങ്ങളുടെ പിറന്നാളിന് അമ്മ സദ്യയൊക്കെ വെച്ച് തരും. ഇഷ്ടമുള്ള കറിയാണ് അതൊക്കെ. അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ അങ്ങനെ ആലോചന വന്നിട്ട് നല്ല സങ്കടമൊക്കെ പെട്ടിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പണിയൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഏട്ടൻ കുറച്ച് സഹായിച്ചു തരാൻ പറഞ്ഞു. അപ്പം മുറ്റത്തൊക്കെ ഈ ഒരു പാറപ്പൊടി പോലത്തെ ഒരു മണ്ണാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇതിന് മുന്നുള്ള വീഡിയോയിൽ. അപ്പോൾ അതുകൊണ്ട് മുറ്റം ഇങ്ങനെ ഇടയ്ക്ക് നനച്ച് വിട്ടില്ലെങ്കിൽ മൊത്തം ഉള്ളിലേക്ക് മണ്ണിങ്ങനെ പാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊക്കെ ഏട്ടൻ സഹായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏട്ടൻ കുറച്ച് നേരം പാത്രമൊക്കെ കഴുകി സഹായിക്കുമായിരുന്നു. അപ്പോൾ ഏട്ടന് പുറത്ത് പോകണം പറഞ്ഞപ്പോൾ അവൻ ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൻ ഇപ്പോൾ ഒരു മാസം പണിക്ക് പോയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഒന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അവർ രണ്ടാളും പുറത്ത് പോയി. പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഞാനെടുത്ത് ഒതുക്കി വെക്കുകയാണ്. അല്ലൂസ് ഉണ്ടല്ലോ അവന് ഉറക്കണ മുന്നേ ഒക്കെ ചെയ്യണം വെച്ചിട്ടായിരുന്നു. അവൻ വാതിലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ വേഗം പുറത്ത് പോകാനൊക്കെ നോക്കും കേട്ടോ. പുറത്ത് പോയാൽ സൈഡിൽ അടുപ്പുണ്ടല്ലോ അതൊക്കെ കുറച്ച് കനലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതേ കൂടെ ഒക്കെ ഓടിക്കളിക്കുക അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ അവനെ എടുത്ത് വന്നിട്ട് കുറേ തുണികളൊക്കെ അലക്കിയിട്ടുണ്ടായിരുന്നു. ഏട്ടനുള്ളപ്പോഴാണ് ഒക്കെ അലക്കിയിട്ടിരുന്നത്. അപ്പോൾ അതൊക്കെ ഇവൻ കൂടെ ഉള്ളപ്പോൾ ഉണക്കാടാനൊക്കെ കുഴപ്പമില്ല. പക്ഷേ അലക്കണ സമയത്താണെങ്കിൽ സോപ്പും വെള്ളം എടുത്ത് വായിൽ ഒഴിക്കലും കുടിക്കലും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെ എല്ലാം അവൻ്റെ കയ്യിൽ ക്ലിപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞാൻ ഒക്കെ ഉണക്കാടാൻ നോക്കി ട്ടോ. പണ്ടൊക്കെ ആദ്യമൊക്കെ ആണെങ്കിൽ ഞാൻ ഈ മണ്ണിലൊക്കെ കളിക്കാനൊക്കെ സമ്മതിക്കില്ലായിരുന്നു. കുറച്ച് ചീത്തൊക്കെ പറയുമായിരുന്നു. പിന്നെ നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ ഇതിനപ്പുറം ആയിരുന്നല്ലോ ടയർ ഓട്ടി കളിക്കലും അതും ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ അവരെയും കുറച്ച് കളിച്ചോട്ടെ വെച്ചിട്ട് അങ്ങനെ വിടും. ഒന്ന് കഴുകി കൊടുത്താൽ മതിയല്ലോ. അപ്പം അങ്ങനെ അവന് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇല്ല. എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും കേട്ടോ. പിന്നെ കൈയും കാലൊക്കെ കഴുകി അവന് പാമ്പസൊക്കെ ഇട്ട് മാറ്റി നല്ല ഉറക്കം വരുന്നുണ്ട് അവന്. പിന്നെ ഈ ഒരു മൈക്ക് ഏട്ടൻ വാങ്ങി തന്നതാണ്. അപ്പോൾ അതിൽ അവന് ഇടയ്ക്ക് ഇങ്ങനെ ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ പാട്ടും കാര്യങ്ങളൊക്കെ പാടും കേട്ടോ. അങ്ങനെ അവന് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പക്ഷേ നല്ല ഉറക്കം വന്നതുകൊണ്ട് ഒന്നും അങ്ങനെ ഏറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഭക്ഷണം കഴിക്കാൻ നോക്കുകയാണ്. ഇല്ലെങ്കിൽ അങ്ങനെ അവനെ ഉറക്കിയിട്ടാണ് ചില സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക. ചില സമയത്താണെങ്കിൽ നല്ല വൈകുന്നേരമൊക്കെ ആവും. അതുകൊണ്ട് വേഗം ഭക്ഷണം കഴിച്ചിട്ട് അവനെ ഉറക്കാം. എന്നാൽ പിന്നെ കുറച്ച് നേരം എനിക്കും കിടക്കാമല്ലോ വിചാരിച്ചു. അങ്ങനെ ഭക്ഷണമൊക്കെ വേഗം കഴിച്ചിട്ട് അവനെ ഉറക്കാൻ നിൽക്കുന്നുണ്ട്. നല്ല ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതപ്പോൾ കുറച്ച് നേരം അവൻ്റെ കൂടെ കളിക്കാനൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ അവൻ വേഗം ഉറങ്ങുകയൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ചെറിയൊരു വ്ളോഗ് പോലെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട്